ലോകത്ത് എല്ലാ വേൾഡ് കപ്പും എല്ലാ ഫുട്ബോൾ വേൾഡ് കപ്പും കളിച്ച ഏക ടീമാണ് നമ്മളെ ബ്രസീൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടീം. ബ്രസീലിൻ്റെ നിലവാരം അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ആ ഒരു ഫുട്ബോൾ ലോകത്തേക്കുള്ള താരങ്ങളുടെ ഒരു കടന്നുവരവ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ലോകത്തേക്ക് അവതരിപ്പിച്ചിട്ടുള്ള താരങ്ങളുടെ പവർ, ഇതൊക്കെ തന്നെയാണ് ഇവർ എല്ലാ വേൾഡ് കപ്പ് കളിക്കാനും ഇവർ ലോക ഫുട്ബോളിൽ രാജാക്കന്മാരായി വാഴാനും ഫുട്ബോളിൽ ഒന്നാം നമ്പറായിട്ട് എന്നും നമ്മൾ ഈ നിമിഷം വരെ അവർ നിലകൊള്ളാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ. ഇത്രയും നല്ല വേൾഡിലെ ഒന്നാം നമ്പർ ടീം ഇപ്പോൾ ഈ വരുന്ന വേൾഡ് കപ്പിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാരണം എല്ലാ വർഷവും വേൾഡ് കപ്പിൽ ആദ്യം യോഗ്യത നേടുന്ന ടീം മിക്കവാറും ബ്രസീലേക്കാണ്. കാരണം എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടും തോൽക്കലില്ല, അല്ലെങ്കിൽ സമനില കമ്മിയാക്കാൻ അങ്ങനെയുള്ള ലെവലിൽ മുന്നോട്ട് പോകണ എല്ലാ വർഷവും അങ്ങനെയാണ് മുന്നോട്ട് പോകുക. എല്ലാ പ്രാവശ്യത്തെ വേൾഡ് കപ്പിലും ഒരു വിഷയമല്ല, കേസല്ല യോഗ്യത നേടുക എന്നുള്ളത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തന്നെ ചില വേൾഡ് കപ്പിലൊക്കെ യോഗ്യതാ മത്സരങ്ങളിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരിക. അങ്ങോട്ട് അർജന്റീന ഫാൻസ് തന്നെ വരും, ഞങ്ങൾ ലാസ്റ്റ് വെല്ലടിച്ചിട്ടേ വരുള്ളൂ, ഞങ്ങൾ ക്ലാസ്സിലെ മെയിൻ ആൾക്കാരാണെന്നൊക്കെ അർജന്റീന ഫാൻസ് തന്നെ സ്വയം പറയും. ഇപ്രാവശ്യം ബ്രസീലിൻ്റെ സാഹചര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിന് ഇതുവരെ യോഗ്യത കിട്ടിയിട്ടില്ല, ഉറപ്പിക്കാൻ പോലും ആയിട്ടില്ല. അതിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മളെ ബ്രസീലിൻ്റെ കോച്ച് ബ്രസീലിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് തോന്നുന്നത് മുന്നോട്ട് പോണത്. കാരണം ഒരു ടീം സെലക്ഷൻ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ടീം എടുത്ത് നോക്കുമ്പോൾ ഒരു ബ്രസീൽ ഫാൻസും നെറ്റി ചുളിയാതെ ആ ഒരു സ്കോർ എടുത്ത് നോക്കൂല. നിലവിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതൊക്കെ പ്ലെയർ വേണം, ഏതൊക്കെ ലീഗിൽ ബെറ്ററായിട്ട് കളിക്കുന്ന താരങ്ങളൊക്കെ ടീമിൽ വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെക്കാട്ടിൽ വിവരമുള്ളൊരു ആളാണല്ലോ അദ്ദേഹം. ആ ഒരു വിവരം കൊണ്ടാണല്ലോ അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതും. അതൊക്കെ ഓക്കെ. പക്ഷേ ഒരു ബ്രസീൽ ഫാനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ഉൾക്കാഴ്ച ഉണ്ട്. കാരണം എൻ്റെ ബ്രസീൽ ടീമിൽ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രസീൽ ടീമിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ടീമായിക്കോട്ടെ, അവർക്കൊക്കെ അവരുടേതായിട്ട് ഫാൻസിന് അഭിപ്രായം ഉണ്ടാകും സ്വന്തം ടീമിൽ. ബ്രസീലിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ ടീമിൽ ഈ ഓരോ പൊസിഷനിലും, അത് ബാക്കിലാണെങ്കിലും സെൻട്രലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ ഓരോ പൊസിഷനിലും ഏതൊക്കെ താരങ്ങൾ വരണം, ഏതൊക്കെ താരങ്ങൾ വന്നിട്ടേ കാര്യമുള്ളൂ. ഓരോ വേൾഡ് കപ്പിലാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലാണെങ്കിലും ഫ്രണ്ട്ലി മാച്ചിലാണെങ്കിലും കോപ്പ അമേരിക്കയിലാണെങ്കിലും ഓരോ പൊസിഷനിലും ഏതൊക്കെ പ്ലെയർ ആ പൊസിഷനിൽ വന്നാലേ കാര്യമുള്ളൂ എന്നുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. പിന്നെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിലൊരു ഏതൊക്കെ താരങ്ങൾ വേണമെന്നുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ട്, ഇന്ന താരങ്ങൾ വേണമെന്നുള്ളതൊക്കെ അതേമാതിരി ഓരോ ഫാൻസിനും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഈ അനൗൺസ്മെൻറ്റ് ചെയ്ത ടീമിലൊന്നും കുറച്ച് ഏതൊക്കെ താരങ്ങൾ മാറ്റി നിർത്തുക, ബാക്കിയുള്ള താരങ്ങളൊക്കെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത താരങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു ഐഡിയ അല്ലാത്ത താരങ്ങളാണ്, എക്സ്പീരിയൻസ് കുറവുള്ള താരങ്ങളാണ്, പുതുമുഖ താരങ്ങൾ. എന്താണ് കോച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയില്ല. 2026 വേൾഡ് കപ്പാണ് കാത്തിക്കുന്നത്. തോനെ വർഷങ്ങളൊന്നും ഇനി ബാക്കിയില്ല. 2026 വേൾഡ് കപ്പിന് ഫ്ലക്സ് വെക്കാനൊരു അവസരം നമ്മളെ കോച്ച് നമുക്ക് തരൂലേ. മറ്റുള്ള ഫ്ലക്സുകളൊക്കെ നമ്മളെ കൺമുന്നിൽ കൂടി ഇങ്ങനെ അറിയുമ്പോൾ ഫ്ലക്സ് വെക്കാത്തതല്ല ഇവിടെ വലിയ പ്രശ്നം. എന്നാലും നമ്മൾ പറയാം, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൂട്ടി പറയാം. മറ്റുള്ള ഫാൻസൊക്കെ അവരോടായിട്ട് ഇറ്റലി ഫാൻസിൻ്റെ ഒക്കെ അവസ്ഥ അറിയില്ലേ. വേൾഡ് കപ്പ് ഇത്തിരി നല്ല ടീം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ യൂറോ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ടീം ഉണ്ടായിട്ട് അവർക്ക് വേൾഡ് കപ്പിൽ യോഗ്യത കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരവസ്ഥ എന്താ? എന്നമാതിരി ലോകത്തെ എല്ലാ വേൾഡ് കപ്പും കളിച്ച ഫുട്ബോൾ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ എടുത്ത ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനത്തുള്ള ഫിഫൻ്റെ റാങ്കിൻ്റെ ഓരോ നേട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും മുൻപന്തിയിലുള്ള ഏക ടീമാണ് ബ്രസീൽ. ഈ ടീം കളിച്ചാത്തൊരു വേൾഡ് കപ്പ് പിന്നെ എന്തിനാ? അപ്പോൾ ഏതൊരു ബ്രസീൽ ഫാനാണെങ്കിലും അർജന്റീന ഫാൻസാണ്, മറ്റേത് ഫാൻസാണെന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീന അല്ലാത്ത ബ്രസീലിൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണല്ലോ അർജന്റീന അല്ലാത്തൊരു വേൾഡ് കപ്പ് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയ എതിരാളിയാണ്. ഒരു ഉണ്ടെങ്കിലും ബലിക്ക് രസമുള്ളൂ എന്ന മാതിരി തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൊത്തത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഏതൊരു ലെവലിലേക്കാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കഴിഞ്ഞ കളികളൊക്കെ ഏതായാലും ഫെയിലായി. ഓരോ എന്തൊക്കെ കാട്ടുന്നുണ്ട് ടീം കളത്തിലിറങ്ങിയാണ്. ഒരുപാട് യൂറോപ്പിൽ മികച്ച് നിൽക്കണ ഓരോ മികച്ച ക്ലബ്ബുകളിൽ, റയൽ ബാഴ്സ പോലുള്ള ക്ലബ്ബുകളിൽ, അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച് നിൽക്കുന്ന ക്ലബ്ബുകളിലൂടെ ലോക നിലവാരത്തിലുള്ള ക്ലബ്ബുകളിൽ നിലവിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ സ്ക്വാഡിലുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ അവർക്കൊന്നും അവരുടേതായിട്ടുള്ള രീതിയിൽ തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു ടീം വെച്ചിട്ട്, അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ടൈമിൽ വേൾഡ് കപ്പ് കളിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ബ്രസീലൊന്നും വേൾഡ് കപ്പിന് കളിച്ചു എന്നുള്ളത്. എന്തായാലും നെയ്മർ വന്ന ടീം തീരുമാനമാവുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. നെയ്മറിലാണ് നമുക്ക് പ്രതീക്ഷ. നെയ്മറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് 3 താരങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ബ്രസീൽ പ്രതീക്ഷ. അതിലിപ്പോൾ 2 താരങ്ങളെ ഓൾറെഡി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രസീൽ. അതിൽ 1 തിയാഗോ സിൽവയാണ്, 2 കസമീറോണ്, 3 നെയ്മർ. ഈ 3 താരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അതുപോലെ ടീമിന് നമുക്ക് വിശ്വാസം തന്നു കഴിഞ്ഞ താരങ്ങളാണ്. സിൽവൊക്കെ ടീമിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുതിയ താരങ്ങളൊക്കെ ആ പൊസിഷനിലേക്ക് കൊടുങ്ങാണ്ട് എക്സ്പീരിയൻസ്ഡ് ആക്കുകയാണ് നിലവിൽ കോച്ച് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല, ഓൾക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നെയ്മർ വന്നാൽ തന്നെ ടീം മൊത്തത്തിലൊന്ന് അയച്ചു മാറ്റിങ്ങാണ്ട് ടീം റെഡിയാവും. കാരണം നെയ്മർ ഉണ്ടെങ്കിൽ തന്നെ ടീമിനൊരു എനർജിയാണ് ആ ഒരു കളത്തിൽ. അദ്ദേഹത്തിൻ്റെ തമാശകളും കാര്യങ്ങളും, അല്ലെങ്കിൽ കളി തുടങ്ങുമ്പോൾ വിസിലൂതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഗ്രസീവും അതുപോലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ, അതുപോലെ ഓരോ മുന്നേറ്റങ്ങളും സഹതാരങ്ങൾക്കുണ്ടാവുന്ന ഉന്മേഷങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടെങ്കിൽ തന്നെ ടീമിലെത്തിയാൽ തന്നെ ടീം ഒരു പകുതി മാറി. പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലൈനപ്പും സെറ്റാക്കിയാൽ ഇപ്പോഴത്തെ കോച്ചിനെ മാറ്റൽ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ എല്ലാ കാലത്തും കോച്ചിനെ കുറ്റം പറയില്ല ബ്രസീലിൻ്റെ, കാരണം ഓർക്ക് ഓരതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഒരു നാട്ടിലൊരു ഭരണാധികാരി വന്നാൽ ആ ഭരണാധികാരിക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ആ ഒരു സ്ഥാനത്തിന് അർഹനായതുകൊണ്ടാണ് ആളുകൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കോച്ചിനെ കൊണ്ട് നടപടിയാവുന്ന ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവണ പോട്ടെ, ഇപ്പോൾ യോഗ്യത കിട്ടുന്ന കാര്യം പോലും പരിങ്ങലാണ്. ഇപ്പോൾ നെയ്മർ വന്നാൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ, പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള ടീമിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കളിച്ചൊന്നും വരാം, പക്ഷേ നമുക്കൊന്നൊരു പ്രതീക്ഷ തോന്നില്ല. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ എന്ത് ടീമാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുള്ളൂ. കാരണം നമ്മളൊക്കെ ഏറ്റവും നല്ല ബ്രസീലിൻ്റെ ടൈം 2002 പോലുള്ള വേൾഡ് കപ്പ്, അന്നത്തെ സ്കോഡ് റൊണാൾഡീനോ കക്ക പോലുള്ള ടീമുകളുടെ കളിയൊക്കെ കണ്ട് അത്രയും വേൾഡ് കപ്പ് ആയാലും കോപ്പയായാലും കോൺഫെഡറേഷൻ കപ്പാണെങ്കിൽ ഏതൊരു ടൂർണമെൻറ്റിലും ചാമ്പ്യന്മാരായിട്ട് കപ്പടിച്ച് പോരുന്ന ബ്രസീലിൻ്റെ ടീമിനെയും ആ പവർ ഏതൊരു ടീമും പേടിച്ച് പോകുന്ന ബ്രസീലിൻ്റെ ടീമിനെ കണ്ടുകൊണ്ട് ആ ഒരു കളിയൊക്കെ കണ്ടുകൊണ്ട് വന്ന ആൾക്കാരാണ്. നമുക്കൊന്നും ഇപ്പോഴത്തെ ടീമിനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പോഴത്തെ ടീമിൻ്റെ അവസ്ഥ. ഇപ്പോഴും ഇത്രയും നല്ല താരങ്ങൾ യൂറോപ്പിനകത്തും പുറത്തുമായിട്ട് നല്ല ക്ലബ്ബുകളിൽ കളിക്കണേ, അല്ലെങ്കിൽ ഓരോ വിളികൾ കാത്തു നിൽക്കണ ഓരോ താരങ്ങളൊക്കെ നമ്മുടെ ടീമിലുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ കോച്ച് ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കാര്യം പുതുമുഖ താരങ്ങൾ ഓരോ പൊസിഷനിലേക്കും കൊടുത്തിട്ട് ടീമിനൊന്ന് 2026 ആകുമ്പോഴേക്കൊന്ന് വാർത്തെടുക്കാനൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്താവും എന്നുള്ളതൊന്നും അറിയില്ല, വരുന്നോടത്ത് വെച്ച് കാണാം. നെയ്മർ വന്നാൽ തന്നെ ഏകദേശം ടീമിൻ്റെ പ്രശ്നങ്ങൾ ഒരു 50 അല്ലെങ്കിൽ 70% സോൾവായി. ഏതായാലും ഇപ്പോൾ ടീമിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ടീമിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഡേഴ്സന്, ആലിസന്, അതുപോലെ ഡാനിലോ, പിന്നെ അറാനി ഇപ്പോൾ റീസെൻ്റിൽ നടന്നിട്ടുള്ള കുറച്ച് മാച്ചുകളൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്കിനോസ്, മിലിറ്റാവോ, ബ്രൂണോ, അതുപോലെ പക്കറ്റൻ്റെ അവസ്ഥ എടുത്ത് പറയുകയാണെങ്കിൽ ഏതൊരു കളിയുണ്ട് ബ്രസീലിൻ്റെ ഏതൊരു ടീമുണ്ടെന്നുണ്ടെങ്കിലും പക്കറ്റ അതിലുണ്ട്. പക്കറ്റയാണെങ്കിൽ ക്ലബ്ബിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കണമുണ്ട്. പക്ഷേ ബ്രസീലിൽ വരുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിച്ചത്ര രീതിയിൽ അദ്ദേഹം എത്തണില്ല എന്നുള്ളതാണ്. പക്കറ്റ, റോഡ്രിഗോന് വിനീഷ്യസിൻ്റെ കാര്യം പിന്നെ പറയണ്ട. വിനീഷ്യസ് പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. റോഡ്രിഗോ ഒക്കെ ബ്രസീലിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ആലോചിച്ചിട്ട് വേണം. എൻട്രിക്കിൻ്റെ റീസെൻ്റിലുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടതാണല്ലോ അല്ലേ. അദ്ദേഹം നെയ്മറിനെ ഇഷ്ടമല്ല, നെയ്മറിനെക്കാട്ടിലും വലുത് ബെല്ലിംഗാമാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ആണെന്നുള്ള ചർച്ചകളൊക്കെ നടന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് അറ്റാക്കുകൾ അദ്ദേഹം നേരിട്ട് മാധ്യമത്തിലും കാര്യങ്ങളിലൊക്കെ. ബെല്ലിംഗാമാണ് വലുത്, ബെല്ലിംഗാം അദ്ദേഹത്തിൻ്റെ റയലിലെ സഹതാരമാണ്, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നെയ്മറിനെ പോലെ താരത്തെ തള്ളി പറഞ്ഞത് ബ്രസീൽ ഫാൻസിനും മറ്റുള്ള ഫുട്ബോൾ ഫാൻസിനും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഓരോ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി അദ്ദേഹം സംസാരത്തിൽ കുറച്ച് മിടുക്കനാണ്. ബ്രസീലിൻ്റെ ജേഴ്സിയിലാണെങ്കിലും റയലിൻ്റെ ജേഴ്സിയിലാണെങ്കിലും കളിനെക്കാട്ടിലും കൂടുതൽ സംസാരം, അല്ലെങ്കിൽ വലിയ നമ്മൾ പറയുമല്ലോ വലിയ വർത്തമാനം പറയും, അതിനനുസരിച്ച് കളിച്ചണില്ല എന്നൊക്കെ പറയുന്ന മാതിരി ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിലവിൽ എൻട്രിക്കുള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള പെർഫോം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബോൾ കിട്ടി അങ്ങനെ തട്ടിത്തടിയുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം അങ്ങനെ. പിന്നെ ഉള്ളത് സാവിൻ്റെ വിനി ജൂനിയർ, ഇവരൊക്കെയാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ നൽകണം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു കുറച്ചെങ്കിലും നമ്മൾ മത്സരങ്ങൾ മുന്നേ കണ്ടിട്ടുള്ള താരങ്ങൾ. അപ്പോൾ എന്താവും ഇനിയിപ്പോൾ ബ്രസീൽ ടീമിൻ്റെ നിലവിൽ അടുത്ത 2 മത്സരങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നല്ല മത്സരം കാഴ്ചവെച്ചു എന്ന് വരാം. ഏതായാലും ഈ 2 മത്സരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ മത്സരങ്ങൾ, ഇനി വരുന്ന മത്സരങ്ങളൊക്കെ നമ്മൾ ചെറുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് മത്സരം കാണാനൊരു ആവേശമാണ്. അല്ലെങ്കിൽ ആ മത്സരം തന്നെ കാണണമെന്നില്ല, അത്രയും മോശമായ രീതിയിൽ തട്ടിത്തട ബാൾ കിട്ടിയാൽ ഇത്രയും മികച്ച യൂറോപ്പിൽ മികച്ച രീതിയിൽ സാലറി വാങ്ങുന്ന താരങ്ങളാണ്. ഓരൊക്കെ പന്ത് കിട്ടിയാൽ തട്ടിത്തട. ബ്രസീലിൽ നിന്നുള്ള ടീമിൻ്റെ കളി, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കളി കണ്ടെങ്കിൽ ഏത് നട്ടപ്പാതിരാക്കാണെങ്കിലും നീച്ച് കളി കാണുന്ന ആളുകളെയൊക്കെ 99% ബ്രസീൽ ഫാൻസ്. ഏത് നട്ടപ്പാതിരാക്കാണെങ്കിലും എവിടെ കളി ഇല്ലെങ്കിൽ, അവനാൻ്റെ വീട്ടിലില്ലെങ്കിൽ, അവനാൻ്റെ നാട്ടിലെ ക്ലബ്ബിലില്ലെങ്കിൽ എവിടെ പോയി വെച്ചാൽ അവിടെ പോയി കളി കാണുന്ന ആളുകളെയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ചടച്ച് വരികയാണ്. കാരണം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയണം ബ്രസീലിൻ്റെ കളിയൊന്നും. ഇപ്പോൾ ഇങ്ങനെയാണ് ബ്രസീൽ എന്നുള്ള കാര്യം.
അപ്പോൾ ഏതായാലും നെയ്മർ വന്ന ഏകദേശം പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ നമുക്കുള്ള അവസ്ഥ വേൾഡ് കപ്പ് യോഗ്യത നേടുക എന്നുള്ളതാണ്. ഈ 2 കളികൾ എന്താവുന്നില്ല എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷേ നെയ്മർ വന്നിട്ടുള്ള ടീമിൻ്റെ മാറ്റം അതാണ് ഇനി പ്രതീക്ഷയുള്ളൂ. ഏതായാലും പരിക്കുകളൊക്കെ പൂർണ്ണമായിട്ട് അദ്ദേഹം മത്സരത്തിലേക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വരാനുള്ള തിരക്കിലാണ്. സൗദിയിലാണ് ആളുള്ളത്, അൽ ഹിലാലിലാണ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും സുഖം പ്രാപിച്ച് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കണം. അതുള്ളൂ ഇപ്പോൾ ആകെ പറയാനുള്ളത്. അല്ലെങ്കിൽ ആകെ ബ്രസീലിനെ പോലത്തെ ഒരു ടീമൊക്കെ വേൾഡ് കപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ വേൾഡ് കപ്പ് തന്നെ എന്തിനാണ് നല്ലത്. അപ്പോൾ ഏതായാലും നല്ലൊരു ടീം വാർത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2026 വേൾഡ് കപ്പ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നത് വെറുതെയാണ്.